ഹായ് എവ്രിവൺ, ഞാൻ ഫാത്തിമ സഅദൂന. ഞാനിന്ന് നിങ്ങളെ ഒരു യാത്ര കൊണ്ടുപോവുകയാണ്. എങ്ങോട്ടാണെന്നല്ലേ? വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ആയ ലക്ഷദ്വീപിലേക്ക്, അഥവാ കോറൽ പാരഡൈസ് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന ലക്ഷദ്വീപിലേക്ക്. ലക്ഷദ്വീപിൽ മൊത്തം 36 ദ്വീപ് സമൂഹങ്ങളുണ്ട്. അതിൽ 10 ദ്വീപിലാണ് ജനവാസമുള്ളത്. അതിലെ ഒരു ദ്വീപായ അമിനി ദ്വീപാണ് എൻ്റെ നാട്. കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് ലക്ഷദ്വീപ് എന്നാണ് അമിനി ദ്വീപിനെ വിശേഷിപ്പിക്കുന്നത്. ലക്ഷദ്വീപിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടുത്തെ മനുഷ്യരാണ്. പഞ്ചാര മണലാണ് ദ്വീപിലെങ്ങും. സൗഹൃദപ്രിയരാണ് ദ്വീപുകാരും. സ്നേഹവും കരുണയും ഐക്യവും കൊണ്ട് സമ്പന്നമാണ് ഞങ്ങളുടെ ലക്ഷദ്വീപ്. 4 ഭാഗവും കടലിനാൽ ചുറ്റപ്പെട്ട ദ്വീപ് സമൂഹങ്ങളെ ഇതര ദ്വീപുകളുമായും കൊച്ചിയുമായും ബന്ധിപ്പിക്കുന്നതിനുള്ള പ്രധാന യാത്രാമാർഗം കപ്പലുകളാണ്. കൂടാതെ അഗത്തിയിലേക്ക് ഫ്ലൈറ്റ് സർവീസുമുണ്ട്. ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗം മത്സ്യബന്ധനവും തെങ്ങ് കൃഷിയുമാണ്. ഏകദേശം 50% ആളുകളും കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. എല്ലാ ദിവസവും രാവിലെ ബോട്ടിൽ പോയി വൈകുന്നേരം തിരിച്ചെത്തി ലഭിച്ച മീനുകൾ വിൽപ്പന നടത്തിയാണ് വരുമാന മാർഗം കണ്ടെത്തുന്നത്. കിട്ടിയത് ബ്ലൂഫിൽ ട്യൂണ ഫിഷ് ആണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് മീനുകളെ മാറ്റിവെച്ച് മാസ് എന്ന പേരുള്ള ഡ്രൈ ഫിഷ് ഉണ്ടാക്കും. ലക്ഷദ്വീപിൽ മാത്രം ലഭിക്കുന്ന ഒരു ഭക്ഷ്യ വിഭവമാണ് മാസ്. ഇന്റർനാഷണൽ മാർക്കറ്റിൽ വാല്യൂ ഉള്ള ഒരു ഭക്ഷ്യ വിഭവമാണ് മാസ്. മൺസൂൺ കാലത്ത് കടൽ റഫാവുമ്പോൾ മത്സ്യബന്ധനത്തിന് പോകാൻ സാധിക്കില്ല. ആ സമയത്ത് അവരുടെ വീടുകളിൽ കഴിക്കുന്നതിനും കൂടാതെ വിൽപ്പന നടത്തുന്നതിനും മാസ് ഉപയോഗിക്കുന്നു. ലക്ഷദ്വീപുകാർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് മാസ്. സൽക്കാര ചടങ്ങുകളിലും പ്രത്യേക ദിവസങ്ങളിലും മാസ് വെച്ചുള്ള വിഭവങ്ങളാണ് ഹൈലൈറ്റ്. അടുത്ത ഒരു വരുമാന മാർഗമാണ് തെങ്ങ് കൃഷി. തേങ്ങ പൊതിച്ച് ഉണക്കി കൊപ്രയാക്കി എക്സ്പോർട്ട് ചെയ്യുന്നു. മെയിനായിട്ട് കൊപ്രയുണ്ടാക്കുന്ന സീസൺ മാർച്ച് മുതൽ നവംബർ വരെയാണ്. കുട്ടിക്കാലത്തെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഓർമ്മകളിൽ ഒന്നാണ് കൊപ്രയുണ്ടാക്കുന്നത്. വീട്ടുകാരും അയൽക്കാരും ചങ്ങാതിമാരും ഒരുമിച്ച് കൂടി തേങ്ങ പൊതിക്കുന്നതും തേങ്ങ ഉടച്ച് അതിലെ വെള്ളം കുടിക്കുന്നതും പൊങ്ങ് കഴിക്കുന്നതും ബീച്ചിൽ കൊണ്ടുപോയി അതിനെ ഉണക്കാനിടുന്നതും കാവലിരിക്കുന്നതുമെല്ലാം ഏറെ പ്രിയപ്പെട്ട ഓർമ്മകളാണ്. ലക്ഷദ്വീപിന്റെ ചരിത്ര താളുകളിൽ മാറ്റി നിർത്തപ്പെടാൻ കഴിയാത്ത ഒരു ദ്വീപാണ് അമിനി. 1800 അവസാനങ്ങളിൽ ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കോളനിയായിരിക്കെ പോർച്ചുഗീസുമായി ചെറുത്തുനിൽപ്പ് നടത്തി അവരെ നിലംപരിശാക്കിയ നിരായുധരായ ദ്വീപുകാരുടെ ഓർമ്മകൾ അന്തിയുറങ്ങുന്ന പള്ളിയാണിത്. ഈ പള്ളിയെ പാമ്പിൻ പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. ലക്ഷദ്വീപിലെ പള്ളികളിൽ നടത്തിവരുന്ന ഒരു അനുഷ്ഠാന കലയാണ് ദിക്ർ റാത്തീബ്. തികഞ്ഞ വിശ്വാസത്തോടെയും ഭക്തിയോടെയുമാണ് ഇത് അനുഷ്ഠിക്കുന്നത്. 19ാം നൂറ്റാണ്ടിലാണ് ലക്ഷദ്വീപിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നത്. ലക്ഷദ്വീപിലെ ആദ്യത്തെ ഹയർ സെക്കൻഡറി സ്കൂൾ ഞങ്ങളുടെ അമിനി ദ്വീപിലാണ്. ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് മാത്രം അറിയപ്പെട്ടിരുന്ന സ്കൂളിന്റെ നവീകരിച്ച പേര് ഷഹീദ് ജവാൻ മുത്തുകോയ മെമ്മോറിയൽ ഗവൺമെന്റ് സീനിയർ സെക്കൻഡറി സ്കൂൾ എന്നാണ്. 1965 ഇന്ത്യ പാക് യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച അമിനി ദ്വീപുകാരനായ ജവാന്റെ ഓർമ്മകൾ എന്നും നിലനിൽക്കാൻ വേണ്ടിയാണ് സ്കൂളിന് ഈ പേര് നൽകിയിരിക്കുന്നത്. അമിനി ദ്വീപിനെ ഏറ്റവും സുന്ദരിയായി കാണാൻ പറ്റുന്നത് മൺസൂൺ കാലങ്ങളിലാണ്. മെയ് 15 മുതൽ സെപ്റ്റംബർ 15 വരെയാണ് മൺസൂൺ അനുഭവപ്പെടുന്നത്. മഴ നനഞ്ഞ് കടൽക്കാറ്റ് കൊണ്ടുള്ള യാത്ര അതിമനോഹരമാണ്. മഴയും കാറ്റും ഏതൊരാൾക്കും കാൽപ്പനികമായ സൗന്ദര്യമാണ്. എന്നാൽ ലക്ഷദ്വീപുകാർക്ക് ആ കാലം ഭീകരമായ ഒറ്റപ്പെടുത്തലുകളുടെ ഓർമ്മപ്പെടുത്തലാണ്. മെയ് 15ഓടെ ബോട്ട് സർവീസുകൾ നിർത്തും. കടൽ കൂടുതലായത് കാരണം മാസത്തിൽ 1-2 വട്ടം മാത്രം കപ്പലുകൾ വരും. ആദ്യകാലങ്ങളിൽ ഈ സമയത്ത് ബോട്ടുകളെല്ലാം പാണ്ടാലകളിൽ കയറ്റിവെച്ച് പത്തായത്തിൽ ശേഖരിച്ച നിത്യോപയോഗ സാധനങ്ങൾ ഉപയോഗിച്ചായിരുന്നു പണ്ടുള്ളവർ ജീവിച്ചിരുന്നത്. ദ്വീപുകാർ അവരിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുന്ന ഒരു കാലമാണിത്. എന്നാൽ ഇന്ന് ഇതിനെല്ലാം ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഏതൊരാളും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ്. നീലക്കടലും പഞ്ചാര മണലുകളും പച്ചവിരിച്ച ഭൂപ്രകൃതിയും സ്നേഹനിധികളായ നാട്ടുകാരും എന്നും ഏറെ മനോഹരമാണ്.